ഇടുക്കി കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ആന തകർത്തു. 2 മാസമായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന ആരോപണവുമായി ജനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ പ്രദേശത്ത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. ഏതാനും മാസങ്ങളായി ആനയുടെ ശല്യത്തിൽ പൊറുതിമുട്ടിരിക്കുകയാണ് കാന്തല്ലൂർ നിവാസികൾ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ എത്തുന്നത്. പ്രദേശത്ത് വ്യാപകമായി നാശനഷ്ടങ്ങൾ ആനകൾ ഉണ്ടാക്കുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നു. ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടനെ ഇടിച്ച് ഇവിടുന്ന് ഒരു 1 മീറ്റർ ഇങ്ങനെ ഒന്തിക്കൊണ്ടുപോയി. പടുതയും പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട്. താഴെ കുറച്ചില്ലെങ്കിൽ വീണ്ടും മുകളിലേക്ക് ചാച്ചാണ് ആന. അത്രയ്ക്കും ദേശത്തിലെ വന്ന് ഭയങ്കര ചുരുട്ടിക്കൊണ്ട് വാലും ചുരുട്ടിക്കൊണ്ട് വന്ന ആൾക്കാരൊക്കെ പേടിച്ച് ഭീതിയിൽ എല്ലാവരും ഓടി. അപ്പോഴത്തേക്കും വഴി അറിയാണ്ട് അങ്ങോട്ട് വന്ന ആന വണ്ടിയിൽ ഓട്ടേനെ ഒറ്റയാട്ടി ഇടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കെട്ടി. കുറച്ചില്ലെങ്കിൽ വീട് തകർന്നേനെ. അത് കഴിഞ്ഞിട്ട് ആ ആന പിന്നെയും പിറ്റേ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അവരുടെ വീടുണ്ടല്ലോ, നന്നായിട്ട് വീട്, അവരുടെ വീടും ഒരു ഇടി, അതും തല്ലി. എന്നിട്ട് ആന അതിൽ നിന്ന് ആൾക്കാരൊക്കെ പേടിച്ച് പിന്നെ 2-3 ഇരട്ടി നല്ല സൗണ്ടൊക്കെ ഇട്ട് പിന്നെ ഓടി ഒറ്റ ഓടി. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിക്കാനേ പറ്റില്ല. വീടുകൾക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നാട്ടുകാർ ആനയെ വിരട്ടിയോടിക്കുന്നത് കൊണ്ട് മാത്രമാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തത്. കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുയരുന്നു. ജനം, ഇടുക്കി.